ഹേയ് പാർട്ട്ണർ. രചന ദർശന. ജോൺസൺ മാഷിന്റെ പാട്ടും ചൂടൻ കട്ടനും കൂടെ നല്ല തകർപ്പൻ മഴയും. ആഹ് അന്തസ്. എന്താണ് മാഷേ, DQ ഫാനാണോ? ഇത് എവിടെ നിന്നാണ് ഈ മണിനാഥം എന്ന് വെച്ച് ചുറ്റിനും നോക്കിയപ്പോഴാണ്, അയ്യോ മാഷേ അവിടെയല്ല ഇവിടെ. ആഹ് ദേ നിൽക്കുന്നു മാലാക പോലൊരു പെൺകൊച്ച്, അതും ഉമ്മ നിൽക്കുന്ന മണ്ഡപത്തിന്റെ ഫ്രണ്ടില്. എന്താണ് കുട്ടാ, സ്വപ്നലോകത്താണോ? ഏയ് ഞാൻ നോക്കുമായിരുന്നേ. ഈ കോരി ചൊരിയുന്ന മഴയിൽ എവിടുന്ന് ചാടിയതാണ് ഈ വടയക്ഷി എന്ന്. താൻ പോടൂ. ആ അങ്ങനെ അങ്ങ് പോവാതെ. താനെന്താ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത്, അതും ഈ വെളുപ്പാങ്കാലത്ത്? അതെന്താണോ ആണുങ്ങൾക്ക് മാത്രം ഇങ്ങനെ പോകാൻ പറ്റൂ? അയ്യോ ഞാൻ ചുമ്മാ ചോദിച്ചതാണ് എൻ്റെ പാർട്ണർ. ഓക്കെ പാർട്ണർ. എന്ത് ചെയ്യാനാ പാർട്ണർ? 3 ദിവസം കൂർഗിൽ അടിച്ചു പൊളിച്ച് നെക്സ്റ്റ് പ്ലേസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇന്നലെ ഉറക്കം വരായപ്പോൾ ക്യാമറ കൊണ്ട് ഇറങ്ങിയതാ. ഈ മലയിൽ വന്നു ചുവപ്പ് രാശി പകരം സൂര്യ ഉദിച്ചു വരുന്ന കാണാൻ ഒരു ആഗ്രഹം. പക്ഷേങ്കിൽ ഇവിടെ എത്തിയപ്പോൾ സമയം 4 മണി, കൂടെ നല്ല മഴയും. അപ്പോഴേ ഈ കൽമണ്ഡപം കണ്ടത്. നേരെ ഇങ്ങോട്ട് കയറി. ഓഹോ അല്ല പാർട്ണർ, എവിടെ നീ ചായ? എന്താ വേണോ പാർട്ണർ? കിട്ടിയ കൊള്ളാം. അവൻ അടുത്തിടുന്നിരുന്ന ബാംഗ്ലൂരിന്റെ അടുത്തുനിന്ന് ഫ്ലാസ്ക് എടുത്തു. ആവി പറക്കുന്ന കട്ടനൊരു പേപ്പർ ഗ്ലാസ്സിലാക്കി അവൾക്ക് കൊടുത്തു. അല്ല എന്താ ഇവിടെ? അത് ഈ രാവിലെ ഒരു ടൂറ്. നാട്ടുകാരുടെ ഭാഷയിൽ പറഞ്ഞ നാട് കണ്ടല്. ആഹാ അവൻ നമ്മുടെ പാർട്ടിയാണല്ലേ. എൻ്റെ ഡ്രീമാ ഒരു വേൾഡ് ടൂറ്. ബട്ട് അറിയപ്പെടാത്ത സ്ഥലങ്ങളും നമ്മുടെ ഈ ഭൂമിയിലെ മുക്കും മൂലയും. 24 വർഷം മുമ്പ് ദൈവം ചുമ്മാ ഒരു ടിക്കറ്റ് തന്നല്ലേ, അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാൻ തിരിച്ചില്ലാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിലും പുള്ളി വിചാരിക്കില്ലേ, നിനക്ക് ഞാൻ ഇത്രയും തന്നിട്ട് അവിടെ കുറെ ഫാമിലി മെമ്പേഴ്സിനെയും നാട്ടുകാരുടെയും സന്തോഷം മാത്രമാണോ നീ നോക്കി? അതിനകത്ത് നീ പിശിക്കുകയാണ്. നിനക്ക് ആഗ്രഹങ്ങളൊന്നുമില്ലല്ലോ. സോ ഞാൻ നിന്റെ ബാക്കിയുള്ള 6 ജന്മങ്ങൾ കട്ട് ചെയ്യണമെന്നെങ്ങാനും പറഞ്ഞു കളഞ്ഞ അത് പോയിന്റ്. നമുക്ക് കിട്ടുന്ന ജീവിതം അങ്ങ് യൂസ് ചെയ്യണം. അല്ലാതെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആഗ്രഹത്തിനാണെങ്കിൽ ഒന്നും നടക്കില്ല. പിന്നെ ഞാനൊരു പ്രൈവറ്റ് ഫോട്ടോഗ്രാഫറാണേ, അതുകൊണ്ട് പൈസ പ്രോബ്ലം ഒന്നുമില്ല. ഇതിന്റെ കൂടെ അതും. ആഹാ ആണോ പാർട്ണർ? ഞാനും നാച്ചുറൽ ബ്യൂട്ടി വേൾഡ്സ് ഫോട്ടോഗ്രാഫ് സെന്ററിന്റെ ഉദ്യോഗസ്ഥയാണേ. മലകളെ സാക്ഷിയാക്കി ആ കൽമണ്ഡപത്തിൻ ചുവട്ടിൽ ആരാണെന്നോ എന്താണെന്നോ എന്ന് പോലും അറിയാതെ മഴ നിൽക്കാത്ത കാരണം അവർ ഒരുപാട് നേരം ചെലവഴിച്ചു. പേര് പോലും അറിയാതെ അവിടെ ഒരു നല്ല സൗഹൃദം സ്ഥാപിക്കാൻ കഴിഞ്ഞു. അല്ല പാർട്ണർ, എന്തായാലും ബാംഗ്ലൂർ കൊണ്ട് വന്നല്ലേ, എന്നെ താഴെ വിടാവും. ബുള്ളറ്റ് താഴെ ഇരിക്കുക. ബാ കേറ്. അവൻ മഞ്ഞു പുകയായി വീശുന്ന മരകൾക്കിടയിലെ ഏതൊക്കെയോ വഴികളിലൂടെ അവന്റെ വണ്ടി താഴേക്ക് പാഞ്ഞു. കൂടെ അവിടെ വായാടിത്തരവും അവന്റെ മറുപടിയും കൂടിയായപ്പോൾ പൂർണ്ണമായി. അല്ലെങ്കിൽ ഏതൊരു യാത്രകളിൽ ഒരു കൂട്ടുണ്ടെങ്കിൽ അവ നമ്മളിൽ വർണ്ണം പകരും. അങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ താഴെ ലാൻഡി. അല്ല പറഞ്ഞ പേര് പറഞ്ഞില്ല. ഓ അതിലും നല്ലത് ഈ പാടുന്നുള്ള വിളിയാ. ഇനി എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ പറയാം. ഭൂമിയിലുണ്ടല്ലേ, എവിടെയെങ്കിലും കാണുമായിരിക്കും. അന്ന് പേര് പോലും പറയാതെ ഒരു ശരിയാലേ ബുള്ളറ്റ് കൊണ്ട് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ചെക്കനൊരു കാര്യങ്ങൾ മനസ്സിൽ കുറിച്ച് കൂടെ ഒരു തീരുമാനം. ഇനി അമ്മച്ചിയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുത്തേക്കാന്ന്. 1 മാസത്തിന് ശേഷം സ്റ്റേജിൽ വെച്ചിരിക്കുന്ന പാട്ടിനോടൊത്ത് നന്നായി തിമിർത്താടുകയാണ് അവൾ. അന്നത്തെ കൂർഗ് യാത്രയ്ക്ക് ശേഷം അനിതയുടെ കല്യാണം കൂടെ സ്വന്തം വീട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായപ്പോഴാണ് നമ്മ പാർട്ണറിനെ കാണുന്നു. അത് ചെറുക്കൻ്റെ അനിയനായിട്ട്. പക്ഷെ സംസാരിച്ചൊന്നുമില്ല. ഒരുപക്ഷെ ഓർമ്മയില്ലായിരിക്കും. ബട്ട് എനിക്കൊന്നോ മറക്കാൻ കഴിയില്ല. ഹീസ് എ ഗുഡ് പാർട്ണർ ഫോർ മീ. അറിയാതെ ഹൃദയത്തിൽ എവിടെയോ ഒരു നോവ്. അതെല്ലാവരും കണ്ടില്ലെങ്കിലും കാണേണ്ടവർ കൃത്യമായി തന്നെ കണ്ടു. അങ്ങനെ ഹാഫ് സാരി കൊടുത്ത് നല്ല ഒന്നാന്തരമായിട്ട് ഡാൻസ് കളിച്ച് അവൾക്ക് ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പ്രോത്സാഹന സമ്മാനവും നാട്ടുകാരുടെ താന്തോന്നി പെണ്ണായിരുന്നുള്ള അവൾക്ക് പിറുപിറുക്കലും കേട്ടില്ലെന്ന് അടിച്ചത്. സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് ഫുൾ ഓഫായി. കല്യാണം ചെറുക്കനും പെണ്ണിരുന്നിടം ശൂന്യം. പകരം ഒരു സ്പോട്ട് ലൈറ്റ് മാത്രം. സ്പീക്കറിലൂടെ റൊമാൻറ്റിക് സോങ്ങിൽ ലയിച്ചിറങ്ങി. ഏയ് പാർട്ണർ. മഞ്ഞു നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ ബുള്ളറ്റ് കൊണ്ട് തണുത്തുറച്ച് വണ്ടി ഓടിക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഒട്ടിച്ചേർന്ന് ചൂട് പകരാനും കോരിച്ചൊരിയുന്ന മഴയിൽ ഒരു കട്ടൻ ഷെയർ ചെയ്യാനും മൂന്നാറിലെ റിസോർട്ടിൽ പേടിയില്ലാതെ ഒരു പുതപ്പിനുള്ളിൽ കിടക്കാൻ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമ്മതത്തിൽ എനിക്കൊരു പെണ്ണിനെ വേണം. പോരുന്നോ ഒരു നൈറ്റ് റൈഡിന് ലൈഫ് പാർട്ണറായി? ഈ ടോം കുരിശിങ്ങളുടെ ഒരു മിന്ന് അലീന പാലമുറ്റത്തിന്റെ കഴുത്തിൽ അണിയിച്ചോട്ടെ. റെഡ് കാർപ്പറ്റ് ഇട്ടിരുന്ന ഫ്ലോറിന്റെ നടുവിൽ ഒരു കാൽമുട്ട് കുത്തിയിരുന്ന അവന്റെ ശബ്ദത്തിൽ ലയിച്ചപ്പോൾ തന്നെ അവളുടെ ചുറ്റും ചുവന്ന റോസാ പൂവിതളുകൾ പാറി പറന്നു. അങ്ങനെ നാട്ടിലെ താന്തോന്നി പെണ്ണായ അലീന എന്ന അലിയുടെ ആരും കാണാത്തൊരു എക്സ്പ്രഷൻ അവിടെ പുറത്തിറങ്ങി. അവളുടെ കവിളുകൾ ചുമന്നു, കണ്ണുകളിൽ നാണം നിറഞ്ഞു, ചൊടികളിൽ മനോഹരമായ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു.